അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിനകത്ത് കേരളത്തിൽ കടത്തിക്കൂട്ടിയ രണ്ട് പണ്ഡിത വിഭാഗങ്ങളാണ് സുന്നികളായ AP സമസ്ത, EK സമസ്ത. അവർ ആദ്യം ഒരുമിച്ചായിരുന്നു. പിന്നീട് സമ്പത്തിനും അധികാരത്തിനും വേണ്ടി EK സമസ്ത എന്ന ഒരു പേരിലേക്ക് അത് മാറുകയും AP സമസ്ത എന്ന പേരിലേക്ക് മാറ്റി ഇതിനെ പുലർത്തി AP അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തി സ്വന്തമായി തന്നെ ഒരു മതം ഉണ്ടാക്കി. അപ്പോൾ ഇപ്പുറവും ഉണ്ടായിരുന്ന സമസ്ത എന്ന ആ മതത്തെ EK എന്ന ഒരു വലിയ ആ കാലഘട്ടത്തിലെ നേതാവിൻ്റെ പേരിലേക്ക് മാറ്റി. അങ്ങനെ EK സമസ്ത, AP സമസ്ത. ഇതിൻ്റെ പശ്ചാത്തലം പഴയകാല മുശ്രിക്കുകൾ ആയിരുന്ന അറേബ്യയിലെ പ്രവാചകൻ്റെ കുടുംബവും മക്ക നിവാസികളും അവർ അള്ളാഹുവെ വിളിക്കുന്നതിന് പകരം അന്നുണ്ടായിരുന്ന മക്കൾക്ക് തൊട്ടടുത്ത് വലയം വെക്കുമ്പോൾ വെച്ചിരുന്ന ചെറിയ ബിംബങ്ങൾ, അഥവാ ഇബ്രാഹിം നബിയുടെ സഹചാരികളായ ലാത്ത, ഉസ്സ, മനാത്ത, അത്തരം ആളുകളുടെ പ്രതിമയോട് ആദ്യം സഹായം ചോദിക്കും. അതിനുശേഷം അള്ളാഹുവിനെ വിളിക്കും. പിന്നെ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ഇത്തരം ചെറിയ ബിംബങ്ങളോട് സഹായം ചോദിക്കാറേ ഇല്ല, നേരെ അള്ളാഹുവിനെ വിളിക്കും. അതുകൊണ്ടാണ് ബദറിൽ അബൂജഹൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അള്ളാഹുവെ, നീ ഞങ്ങളെ വിജയിപ്പിക്കണേ, സത്യം ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ, അല്ല മുഹമ്മദ് നബിയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ അത് വിജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം. അതിൻ്റെ പിന്തുടർച്ചയായി പിന്നീട് പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ മതത്തിലേക്ക് കുറച്ചായി കൂട്ടിച്ചേർത്ത് അതിനെ മലിനമാക്കിയ വിഭാഗമാണ് സുന്നികൾ. ഇവരും ഇതേ രീതിയിൽ തന്നെ മരിച്ചവരോട്, ജീവിച്ചിരിക്കുന്നവരോട്, മഹാന്മാരോടെല്ലാം സഹായം ചോദിച്ചതിന് ശേഷം അള്ളാഹുവിനെ വിളിക്കും. ഇതിന് ശിർക്ക് എന്ന അറബിയിൽ പറയും. മലയാളത്തിൽ ദൈവത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടാവായ സത്യത്തെ ഉൾക്കൊള്ളാതെ ദൈവദാസന്മാരായി ജീവിച്ചവരും മരിച്ചവരും, അല്ലെങ്കിൽ ഇവരുടെ മഹാന്മാരാണെന്ന് സ്വന്തം ഇവർ പുകഴ്ത്തി വാഴ്ത്തി ഉണ്ടാക്കിയവർക്കൊക്കെ ദൈവത്തിന് തുല്യമായ കഴിവുകൾ ഉണ്ട്. അങ്ങനെ ഇവരോട് നാം പ്രാർത്ഥിച്ചതിന് ശേഷം നാം ആരോട് പ്രാർത്ഥിക്കുക? ദൈവത്തോട് പ്രാർത്ഥിക്കുക, അഥവാ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ സ്വയം വാഴ്ത്തപ്പെട്ട് പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചു. അതിൽ EK അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അന്നെൻ്റെ നാട്ടിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ കുടുംബം സുന്നി പാരമ്പര്യമാണ്. ഇന്നും 99% അങ്ങനെ തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ഒരുപക്ഷെ പണ്ഡിത സുന്നി സഭയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലി ആയിരിക്കാം കൂടുതൽ ആളുകൾ. ആ നെച്ചിയോടൻ ഫാമിലിയിലാണ് എൻ്റെ പിറവി, എൻ്റെ ജീവിതവും. ആ പറശ്ശേരി എന്ന മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ വാർഡിലാണ് എൻ്റെ ജനനവും നിലവിലുള്ള ജീവിതവും. ഈ കാലഘട്ടത്തിൽ
ചെറുപ്പത്തിൽ ഞാൻ അട്ടപ്പാടി ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. കൗമാരപ്രായത്തിൽ ആ സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി, എന്നാൽ മണ്ണാറക്കാട്ടിൽ നിന്നും അട്ടപ്പാടിക്ക് കയറിയിരുന്ന ഒരാളുടെ സീറ്റിൽ ഞാൻ പങ്കുവെക്കുകയും അയാളുമായി ആശയവിനിമയം നടത്തിയതിൽ നിന്നും പിന്നീടത് മതമായി, ആ മതത്തിൻ്റെ ഭാഗമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അട്ടപ്പാടി ചുരം കയറുമ്പോൾ 9ാം വളപ്പെത്തിയപ്പോൾ അവിടെ ഒരു ചുവരെഴുത്തു ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ EK ശംസുൽ ഉലമ നഗറിലേക്ക് സ്വാഗതം എന്ന ബോർഡ് അയാൾ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അയാൾ എന്നോട് ചോദിച്ചു, ആരാണ് ഈ ശംസുൽ ഉലമ? ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ എത്ര ആളുകൾക്ക് ഈ പേര് കൊടുത്തിട്ടുണ്ട്? ഇനി ഇയാൾ ഈ പേരിന് അർഹനാണ് എങ്കിൽ നാളെ ഇയാൾക്ക് നമ്മൾ 99 മാർക്ക് കൊടുത്തു എന്ന് വെക്കുക. 100 മാർക്ക് നേടിക്കൊണ്ട് ഒരാൾ ഈ ഭൂമിയിലേക്ക് വന്നാൽ ആ പണ്ഡിതന് എന്ത് പേരെടുത്ത് കൊടുക്കും? ആ ചിന്തയാണ് പിന്നീട് ഞാനിതിനെ രാവും പകലും ഇരുന്ന് ചിന്തിക്കുകയും ആ ചിന്തയിലൂടെ എൻ്റെ ഹൃദയത്തിനകത്തുള്ള മനസ്സിലേക്ക് അള്ളാഹു അതിൻ്റെ ശരി ഉത്തരം ഇട്ടുതന്നു. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന ഖുർആൻ വചനത്തിനെ അടിസ്ഥാനമാക്കിയും ഇത്തരം ആശയങ്ങളുടെ സംവാദത്തിൻ്റെ ബലവും പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടുമാണ് ഞാൻ വിജ്ഞാനം കരസ്ഥമാക്കിയത്. അത് മതപഠനമാവട്ടെ ശാസ്ത്രമാവട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് 1 or 2 ദിവസമോ മാസമോ അല്ലെങ്കിൽ ആഴ്ചയോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഹൃദയത്തിനകത്ത് ശരിയായ ഒരു പോയിൻ്റ് വരും. ആ പോയിൻ്റ് സത്യമായിരിക്കും. അത് പിന്നീട് നാം തള്ളിക്കളയരുത്. അങ്ങനെ ഒരു ക്രോഡീകരണമുണ്ടായി, അഥവാ ഡിസ്കവറിയുടെ ഫലമായി എനിക്ക് കിട്ടിയ ആൻസറുകളാണ് എൻ്റെ ജീവിതത്തിൽ ലോകത്ത് എല്ലാ മതസ്ഥരും മതനേതാക്കളും എൻ്റെ താഴെയെന്നും എല്ലാ ശാസ്ത്രജ്ഞന്മാരും എൻ്റെ താഴെയാണ് എന്നും എല്ലാ ഭരണകർത്താക്കൾ എൻ്റെ താഴെയാവാനും എല്ലാ മിലിറ്ററി പോലീസ് ഉദ്യോഗസ്ഥന്മാർ എൻ്റെ താഴെയാവാനുള്ള കാരണം 36ാമത്തെ വയസ്സിൽ ഞാൻ ഈ തിയറി പരീക്ഷ ശാസ്ത്രീയപരമായും മതപരമായും നേടി 4 കൊല്ലത്തെ ശാരീരിക മാനസിക സാമ്പത്തിക പരീക്ഷണങ്ങൾ നൽകി 99 മാർക്ക് കരസ്ഥമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 700 കോടി ജനങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്ന് വെക്കുക. അവർക്ക് നൽകുന്ന പ്രതിസന്ധികളുടെ ഏറ്റവും ഉന്നതമായ പ്രതിസന്ധികൾ നൽകിക്കൊണ്ട് ആ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ വിജയിച്ചതിനാണ് ലോകത്തിലുള്ള എല്ലാ സൈന്യാധിപരും എൻ്റെ താഴെയാക്കാനുള്ള കാരണം. പിന്നെ മതപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും എൻ്റെ താഴെയാവാനുള്ള കാരണം ഞാൻ ശരിയായ രീതിയിൽ മതത്തെയും ശാസ്ത്രത്തെയും കണ്ടെത്തി ശുദ്ധമായി അതിനെ ക്രോഡീകരിച്ചതുകൊണ്ട് ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ വിജ്ഞാനിയായി മാറിയതുകൊണ്ടാണ്. പിന്നെ ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭരണം എങ്ങനെ കൊണ്ടുപോകണം, ജനറലായിട്ട് ജനങ്ങളുമായിട്ട് എങ്ങനെ ഇടപഴകണം, അതിന് ലോകവിജ്ഞാനം എങ്ങനെ ഉണ്ടായിരിക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനവും എനിക്കുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലക്ക് ഭൂമിയിലുള്ള മറ്റ് എല്ലാ മാനുഷികമായിട്ടുള്ള അധികാരങ്ങളും മേലെയായിരിക്കും ഇത്തരം വ്യക്തികളുടെ സ്ഥാനം. അതിനു മേലെ ദൈവമുണ്ടാവും എന്നർത്ഥം. അങ്ങനെ ഇത് നേടി ഈ വ്യക്തി, ഈ ശംസുൽ ഉലമ, അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം എങ്ങനെ നേടി എന്ന് ഞാൻ നിരീക്ഷിക്കുകയും
പരീക്ഷിക്കുകയും ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ അൽ അസർ യൂണിവേഴ്സിറ്റിയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും ആസ്ഥാനപരമായ യൂണിവേഴ്സിറ്റി. അതുപോലെ മക്ക, മദീന, ഇന്തോനേഷ്യ, മലേഷ്യ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്നും കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കി. അതേപോലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ വ്യക്തി ലോകത്തിലെ മൊത്തം പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി അതിലൊരു പരീക്ഷ വെച്ച് അത് വിജയിച്ച് അതിൽ ലോക പണ്ഡിതന്മാരുടെ നേതാവായ ഒരു ചരിത്രമുള്ളോ എന്ന് നോക്കി. പിന്നീട് ഏഷ്യ, പിന്നീട് ഇന്ത്യ, പിന്നീട് കേരളം. അങ്ങനെ ആ കാലഘട്ടത്തിൽ മലബാറിലെ മലപ്പുറം ജില്ലയിൽ എഴുത്തും വായനയും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ഈ വ്യക്തിക്ക് ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ടായിരുന്നു. കൂടാതെ സുറിയാനി ഭാഷയിലുള്ള ബൈബിൾ അയാൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. കോടതികളിൽ സ്വന്തമായി വാദിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. മതത്തിലും ആ മലബാർ ഏരിയയിലെ ഏറ്റവും വലിയ മതപണ്ഡിതനുമായിരുന്നു. അങ്ങനെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവായ ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശം നൽകുന്ന, പ്രപഞ്ചത്തിന് മൊത്തം പ്രകാശം നൽകുന്ന ശംസുൽ ഉലമ എന്ന് ഇവിടെയുള്ള പണ്ഡിത സഭ മലബാറിലെ ആളുകൾ ഇയാൾക്ക് കൊടുത്ത വിശേഷണമാണ് ശംസുൽ ഉലമ. എന്നാൽ ഇത്തരം മീഡിയയോ അന്ന് ഇത്തരം സംവിധാനങ്ങളോ ഇല്ലാത്ത കൊല്ലമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോലും ഇയാളെ അറിയപ്പെടുകയില്ല. അങ്ങനെ ഞാൻ ആ ശംസുൽ ഉലമയിലെ മലബാറിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നർത്ഥം. ഇതാണ് ശംസുൽ ഉലമയുടെ ചരിത്രം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ 1, 2, 3 നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം.